ASD. സോ ASD ലിസ്റ്റ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് അത് കൂടി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ASD എന്ന് പറയുന്നത് ഓൾറെഡി നിലവിലെ ആബ്സെൻറ്റ്, ഷിഫ്റ്റഡ്, ഡിലീറ്റ് ആയിട്ടുള്ള അല്ല ഡെഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ഹിയർ ചെയ്യാനുള്ള ഒരു റിക്വയർമെൻറ്റ് ഇല്ല. അവരെ പേര് കൂട്ടി ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 കൂടി ഒരു ഡിക്ലറേഷൻ ഫോമോട് കൂടി അവർ വരണം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. അത് എല്ലാവരും അത് ഫോളോ ചെയ്യണം. സോ നമുക്ക് നമ്മൾ നിലവിലുള്ള ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിച്ചപ്പോൾ നമുക്ക് മാപ്പിംഗ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ 2002 ലിസ്റ്റോട് കൂടി മാപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അത് 18-ാം തീയതി ഡിസംബർ വരെയാണ് നമ്മൾ മാപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചത്. അതിപ്പോൾ 93% മാപ്പിംഗ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 18-ാം തീയതി വരെയാണ്. ഇതിൽ കൂടുതൽ നോ മാപ്പിംഗ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അർബൻ ഏരിയാസിലാണ്. സെമി അർബൻ ഏരിയാസ്, അതായത് ട്രിവാൻഡ്രം, കോട്ടയം, എറണാകുളം, ഈ ജില്ലകളിലെ അർബൻ ഏരിയാസിലെ കൂടുതൽ ആൾക്കാർ ആ 3ാമത്തെ സെക്ഷൻ, അതായത് 2002 വോട്ടർ പട്ടിക പരിശോധിക്കാതെയാണ് അവർ ഫോംസൊക്കെ തന്നിട്ടുള്ളത്. നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, ജില്ലാ കളക്ടർമാർ എല്ലാം പരിശ്രമിച്ചിട്ടുണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് പാരലായിട്ട് 18-ാം തീയതി കാണിട്ടും അവർ ആ മാപ്പിംഗ് എക്സസൈസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് കൂടി അവർ ആ മാപ്പിംഗ് എക്സസൈസ് അവർ നമ്മുടെ ഉദ്യോഗസ്ഥർ അത് ചെയ്യും. പിന്നെ ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ ERO തീരുമാനിക്കാൻ പോകുന്നത് എത്ര ആൾക്കാർ ഹിയർ ചെയ്യണം എന്നുള്ളത്. തീരുമാനം ERO ആ സമയത്ത് അവർ എടുക്കുന്നതായിരിക്കും. അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് EROക്ക് ഹിയർ ചെയ്യണം എന്ന് അവർക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അത് ഹിയർ ചെയ്യാനുള്ള നോട്ടീസ് ജനറേറ്റ് ചെയ്തിട്ട് അവരെ ഹിയർ ചെയ്യാനുള്ള പ്രക്രിയ അവർ നടപ്പിലാക്കും. ഈ ഹിയർ ചെയ്യാനുള്ള പ്രക്രിയ ഉള്ളത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ചുമതലയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവർ ആ ഹിയറിംഗ് നടത്തും. പിന്നെ നോ മാപ്പിംഗിന്റെ കേസസിലും 18 മുതൽ 23-ാം തീയതി വരെ സെപ്പറേറ്റ് ആയിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട് ഈ 2002 ലിസ്റ്റിൽ അവർ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതിനൊപ്പം ഇപ്പോൾ വരുന്ന കുറച്ച് ദിവസങ്ങൾ ഈ മാപ്പിംഗ് എക്സസൈസിന്റെ ഭാഗമായിട്ട് തന്നെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ സഹായത്തോടു കൂടി കൂടുതൽ അവർ മാപ്പിംഗ് എക്സസൈസ് അവർ ചെയ്യും. അത് കറണ്ടിട്ടായിരിക്കും അവസാനത്ത് അവരുടെ കയ്യിൽ മുൻപാകെ വരാൻ പോകുന്ന ഡീറ്റെയിൽസ് അത് അവർ പരിശോധിച്ചിട്ട് ആർക്ക് നോട്ടീസ് കൊടുക്കണം എന്നുള്ള തീരുമാനം ERO അത് തീരുമാനിക്കും. അത് കാണിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിയറിംഗ് പ്രക്രിയ AROമാരുടെ സാന്നിധ്യത്തിൽ അത് നടക്കും. അത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ആയിരിക്കും. ജനങ്ങൾക്ക് ഒരു പ്രയാസം വരാത്ത രീതിയിൽ അവരെ സഹായിച്ചുകൊണ്ട് തന്നെ ഹിയർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എല്ലാ EROമാർക്ക് പോയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയായിരിക്കും ഹിയറിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് ആ നോട്ടീസിലെ ഹിയറിംഗിന്റെ നോട്ടീസിലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അവരെ ഹിയറിംഗിന് വിളിക്കുന്നത്, എന്തെല്ലാം രേഖകൾ വേണ്ടി വരും എന്നുള്ള ഒരു ആ ഹിയറിംഗ് നോട്ടീസിൽ അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇത് ഹിയറിംഗ് നോട്ടീസ് കൈമാറുന്നത് BLO വരെയായിരിക്കും. BLO അത് നേരിട്ട് നോട്ടീസ് ആൾക്കാരെ സെർവ് ചെയ്യും. പിന്നെ ആ റിസീറ്റ് കൂടി അത് വാങ്ങും. അതുകൊണ്ട് തന്നെയാണ് 200 മാസത്തേക്ക് എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് കൃത്യമായിട്ട് SIRയുടെ ഡ്യൂട്ടി വേണ്ടിയിട്ട് നമ്മൾ നിയമിച്ചിട്ടുള്ളതും പിന്നെ അത് 200 മാസത്തേക്ക് അവരുടെ സേവനം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ അത് ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ EROമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ ഒരു സേവനം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിന്റെ കാരണങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് സർവ് ചെയ്യാൻ നിലവിലുള്ള വിലാസത്തിലേക്ക് പോകുമ്പോൾ ആൾ കാണുന്നില്ല എന്നുള്ളതാണ്.
3 പ്രാവശ്യം പോയിട്ടും കണ്ടെത്താത്ത കേസസിൽ നമ്മൾ നോട്ട് ട്രേസബിൾ ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിരികെ വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ റിക്വയർമെന്റ് ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് സെർവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിക്കാത്ത കേസസ് ആണ് ഇപ്പോൾ അൺട്രേസബിൾ ആയി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ബൂത്തിൽ 1200-1300 വോട്ടുള്ളതിൽ അൺട്രേസബിൾ അടക്കം 700-ലധികം വരുന്ന ചില ബൂത്തുകളുണ്ട്. നമ്മുടെ മേഖലകളിലൊക്കെ വലിയ നമ്പർ കാണുന്നു. ഇതൊരു അസ്വാഭാവികതയുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പബ്ലിക് ഡൊമൈനിൽ വെച്ചിട്ടുള്ളത്, പൊളിറ്റിക്കൽ പാർട്ടീസിന് കൈമാറിയിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു താങ്കൾ പറയുന്ന മാതിരി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആൾക്കാർ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇല്ലാത്തത് എന്നുള്ളത് ഒരു പരിശോധന ഉണ്ടാവണം. അതെ, വോട്ടേഴ്സിന് കൊടുക്കാം. ഇല്ല, അത് ഓൺലൈനായിട്ട് കൊടുക്കാം. ഓൺലൈനായിട്ട് ഫിൽ ചെയ്യാം. ഇല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഓൺലൈൻ ഫോം പ്രിന്റ് എടുത്തിട്ട് ഫിൽ ചെയ്തിട്ട് കൊടുക്കാം. മൊബൈൽ നമ്പറിൽ ചെക്ക് ചെയ്യുമ്പോൾ 2 വോട്ടറുടെ പേരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള എന്റെ ചെക്ക് ചെയ്യുമ്പോൾ എന്റെ പേരുണ്ട്, പിന്നെ മലപ്പുറത്ത് കോഴിക്കോടുള്ള ഒരാളുടെ പേരുണ്ട്. അപ്പൊ BLO കോൺടാക്ട് അവിടുത്തെ BLO കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്പർ റോങ് ആയിട്ട് എൻട്രി ചെയ്തായിരിക്കാണ്. അപ്പോൾ അത്തരം കേസുകളിൽ ഇപ്പോൾ എന്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പറിൽ 2 വോട്ടറുടെ പേര് വരുമ്പോൾ എന്താണ് അത് മാറ്റേണ്ടത്? ഈ മറ്റേ ആളാണോ അതോ ഈ ഒറിജിനൽ നമ്പറുള്ള ആളാണോ? ഇല്ല, അത് നമുക്ക് നോക്കാം. അങ്ങനെ കേസസ് എന്റെ ശ്രദ്ധയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കാം. അത് തീർച്ചയായിട്ടും ഒരു നടപടി അതിൽ എടുക്കാം. പിന്നെ ഒരു ഡയറക്ഷൻ കൂടി കൊടുക്കാം. അതെ, നമ്മളിപ്പോ നോട്ടീസ് കൊടുക്കുന്നത് കൃത്യമായിട്ട് ആൾക്കാരുടെ ഇടയിൽ എത്തണമെങ്കിൽ, പെട്ടെന്ന് പോയിട്ട് സർവ് ചെയ്യണമെങ്കിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അൺട്രേസബിൾ ആയിട്ടുള്ള കേസസിൽ താങ്കൾ പറഞ്ഞ മാതിരി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കണം എന്നുള്ളതാണല്ലോ. ആൾ കാണുന്നില്ല എന്ന് നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആൾ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ലിസ്റ്റ് വെച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടില്ല, നമ്മൾ 3 പ്രാവശ്യം പോയി പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തു. അവർക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. പിന്നെ ഫോം 6 വെച്ചിട്ട് ഇത് കൊണ്ടുവരാമല്ലോ ലിസ്റ്റിലേക്ക്. ഇല്ല, അത് നമ്മളിപ്പോ കൃത്യമായിട്ട് നമ്മൾ ബൂത്ത് ലെവൽ ഓഫീസറിന് നിയമിച്ചിട്ടുള്ളത് നമ്മുടെ ഇലക്ഷൻ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു എവിഡൻസോട് കൂടി പറയണം. കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ബൂത്ത് ലെവൽ ഓഫീസർ. അങ്ങനെ ഒരു അൺട്രേസബിളായി വന്നിട്ടുള്ളത് ബൂത്ത് ലെവൽ ഓഫീസറുടെ ഒരു മിസ്റ്റേക്ക് അല്ലല്ലോ. ബൂത്ത് ലെവൽ ഓഫീസർ പരിശ്രമിച്ചു, ആള് കിട്ടിയില്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് തന്നെയാണല്ലോ. അൺട്രേസബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം പോകണം, ഇല്ലെങ്കിൽ അവിടെ സ്ലിപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ലിപ്പ് ചെയ്യാത്തത് നമ്മുടെ കയ്യിൽ കാണും. നമ്മൾ 3 പ്രാവശ്യം പോയിട്ടുണ്ട്, അവിടെ ലോക്കൽ ആൾക്കാരോട് ചോദിച്ചു ആർക്കൊന്നും അറിയില്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ എല്ലാ സമയത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടത് ബൂത്ത് ലെവൽ ഏജന്റ്സ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സോട് ബന്ധപ്പെടണം, IAS ലിസ്റ്റ് എടുക്കണം. കാണാത്ത ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ ഒരു മാസമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ആ ലിസ്റ്റ് എല്ലാവർക്കും കൈമാറുന്നുണ്ട്. അവർക്ക് കിട്ടിയില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ എന്ത് ചെയ്യാൻ പറ്റും? ബൂത്ത് ലെവൽ ഓഫീസർ പരമാവധി ശ്രമിച്ചു, ആൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റ് നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്തത്, പബ്ലിക് ഡൊമൈനിൽ വെച്ചിട്ടുള്ളത്. അവർ തന്നെ മാറി എവിടെയോ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? തിരികെ വരാമല്ലോ. ഫോം 6 കൂടി ഒരു ഡിക്ലറേഷൻ ഫോം കൊടുത്തിട്ട് തിരിച്ചു പോകണം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ.
അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എവിഡൻസോട് കൂടി പറയുവാണെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലിസ്റ്റ് BLOയുടെ കയ്യിൽ മാത്രമല്ല ഉള്ളത്, ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസിന് പ്രിന്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ കൂടി പരിശോധിക്കണം. പിന്നെ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേറെ എന്താ നമുക്ക് നോട്ടീസ് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെ പോസ്റ്റ് വരെ അയക്കാൻ പറ്റാതെ ഇഷ്ടം പോലെ സമയമെടുക്കും. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തണം. ഇവിടെ പ്രിന്റ് ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ളത് ബൂത്ത് ലെവൽ ഏജന്റിന്, ബൂത്ത് ലെവൽ ഓഫീസർക്ക് അറിയാമല്ലോ, വീടെല്ലാം അറിയാം, അവരുടെ ജോലിയാണത് അവിടെ പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അവിടെ പോയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബൂത്ത് ലെവൽ ഓഫീസർ തന്നെയല്ല പോയത്, അവരുടെ ഫോം ഫിൽ ചെയ്യാൻ അടക്കം സഹായിച്ചത് ബൂത്ത് ലെവൽ ഓഫീസറാണ്. അവർക്കറിയാം ഏത് വീടാണ് എന്നുള്ളത്, ഏത് വീട്ടിലെ നോ മാപ്പിംഗ് ഉണ്ടെന്നുള്ളത് അടക്കം അവർക്കറിയാം. അവരാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഈ നോട്ടീസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് കൃത്യമായിട്ട് നോട്ടീസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസറാണ്. ബൂത്ത് ലെവൽ ഓഫീസറിന് അത് ഏൽപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബാക്കി എല്ലാ കാര്യം ഇന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഹിയറിംഗിടെ ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അത് എല്ലാ EROക്ക് അറിയാം, അവർക്കെല്ലാം ട്രെയിനിങ് അടക്കം കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് നടക്കും. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് ഒരു പ്രയാസം വരാതെ രീതിയിൽ അവരെ ബുദ്ധിമുട്ടാക്കാതെ അവർ കൃത്യമായിട്ട് അവർക്ക് ഹിയർ ചെയ്യണം എന്നുള്ളതാണ്. അവിടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പോളിംഗ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ അവരുടെ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുള്ളത്. കാരണം ബൂത്ത് ലെവൽ ഓഫീസർ പിന്നെ നമ്മുടെ ARO ആ ബൂത്തിലേക്ക് പോയിട്ട് അവിടെ ഹിയർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ബൂത്ത് അറിയാം, അവിടെ നേരിട്ട് അവർക്ക് വരാൻ പറ്റും. പിന്നെ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള വേണമെങ്കിൽ അവർക്ക് ഓഫീസിന് തൊട്ടടുത്താണെങ്കിൽ അവിടെ അവർ ചെയ്യാം. അങ്ങനെയുള്ള വെന്യൂ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ജനങ്ങളെ ഒരു സഹായിക്കുന്ന വിധത്തിൽ നോക്കിയിട്ട് അവർ വെന്യൂ ഫിക്സ് ചെയ്യണമെന്ന് നമ്മൾ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനങ്ങളെ ഒരു സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടി നമ്മുടെ EROമാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇവിടെ SIR പ്രക്രിയ നമുക്കറിയാം.